നമസ്കാരം. ഞാൻ ഷഡ്ഡിപ്പുറത്തല്ല, നിക്കറുണ്ട്. ഓക്കെ, അപ്പം നമസ്കാരം. കേരളത്തിനെ കിട്ടും വിക്കിത്തൊക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ട് സ്ട്രീറ്റ് ആണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ തട്ടിക്കൂട്ടി സ്റ്റുഡിയോയിലെ നമ്മുടെ താൽക്കാലിക സെറ്റപ്പുകളാണ്. ഇങ്ങനെയല്ല, സ്റ്റുഡിയോ നമ്മൾ ഒന്നുകൂടി പുനഃസൃഷ്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഈ ഹോട്ട് സീറ്റില് ഇന്ന് ഒരു വീഡിയോയുടെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയും, എന്നിട്ട് അവൻ പോവും. ഇന്നത്തെ വീഡിയോ അങ്ങനെ റിയാക്ഷനായിട്ട് നിങ്ങൾ കാണരുത്. നമ്മൾ റിയാക്ട് ചെയ്യും. എന്താ പരാതി മാമാരെ, നമ്മളിന്ന് റിയാക്ട് ചെയ്യും. അത് കൂടാതെ നമ്മൾ ഈ 22 ഈ മാസം 22-ാം തീയതി, ഫെബ്രുവരി 22-ാം തീയതി വരുന്ന 22-ാം തീയതി നമ്മുടെ ചതി ഒരു തേപ്പ് ഗാനം ഈ ഒരു സോങ്ങിൻ്റെ വീഡിയോ ആൽബം റിലീസാവുന്ന ദിവസമാണ്. ബ്ലാക്ക് എന്ന ആർട്ടിസ്റ്റ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ബ്ലാക്ക് ഇത് ആർക്കെങ്കിലും അവൻ്റെ ഈ ഒരു പാട്ട് ഒരുപാട് ഹിറ്റായ ഒരു സോങ് ആണ്. അപ്പോൾ ഇത്രത്തോളം 20 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കേട്ട ആ ഒരു സോങ് മേടിക്കാനായിട്ട് ഒരുപാട് കമ്പനികൾ അവനെ സമീപിച്ച. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കരുത്, പൈസ നമുക്ക് പ്രശ്നമല്ല, ജീവിതം കല അത് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അവൻ ലോൺ എടുത്ത് കടം മേടിച്ചിപ്പം നമ്മളെയൊക്കെ വിളിച്ച് പയ്യനെ കടമെടുപ്പിച്ച് ലോൺ എടുപ്പിച്ച് ഞാൻ അവനെ കൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അവന്റെ പേജിൽ അവൻ അപ്ലോഡ് ചെയ്യുന്നു, അവന്റെ തന്നെ പാട്ട്. അപ്പൊ ആ ഒരു ബ്ലാക്കിന്റെ സോങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കും എൻ്റെ മുഖം നിങ്ങളിലേക്ക് ഒരു അഭിനയാതാവായി നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരിക്കും. എടാ, ഇത് അണ്ണന്റെ അണ്ണൻ ഇങ്ങനെ സംസാരിക്കുന്ന അണ്ടി. അപ്പം എൻ്റെ കൂട്ടുകാർ പുറിമന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവർ ചിരിക്കുന്നേ, ഒന്നും തോന്നല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞ് റിയാക്ഷൻ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ബ്ലാക്കും ടീമും, അതായത് ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷനും നമ്മൾ ഈ ഒരു തേപ്പ് ഗാനവുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്രൂ ഇവിടെ വന്നതിന് ശേഷമുള്ള അവരോടൊപ്പം ഉള്ള ഒരു വീഡിയോ ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളെ റിയാക്ഷൻ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. റിയാക്ഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിനക്കൊക്കെ പോവാം. റിയാക്ഷൻ വീഡിയോയിലേക്ക് വരാം. വാ പറഞ്ഞ ഈ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ 500-ലെ വർക്കി എണ്ണം കൂടി ആയതുകൊണ്ട് അത് നടക്കില്ല. പിന്നെ ഞാൻ കാല് പിടിക്കും. നമുക്ക് സൗണ്ട് കേൾക്കാതെ, സൗണ്ട് ഇല്ലാതെ നമുക്കിതൊന്ന് കാണാം. ഈ സിലോപ്പിയ മീനൊക്കെ വന്ന് ശ്വാസം എടുക്കത്തില്ലേ, എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല വായാണ് അവൻ്റെ. ഒരു 8 ഇഞ്ച് അണ്ടിയൊക്കെ കയറും, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വരാം. പോടാ അണ്ടിത്തായാലി. സൗണ്ട് വേണ്ട, ഇവന് സൗണ്ട് വേണ്ട. ഒരു വടാപ്പാവ് പുണ്ടയുണ്ടല്ലോ ഇതേ മുഖത്തിൽ തന്നെ, അവന്റെ മാമന്റെ മോനെന്തോണ്. ഓ, ഒരു മാരക സാധനമാണ് അവനോട് ഇടുന്നത്. അല്ലേ, പൊന്മാൻ പുണ്ട. ഓ എനിക്ക് പോയി കമ്പിയായി കണ്ടിട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വരാം. അഭ്യസിക്കാതെ തന്നെ വെസ്റ്റേൺ ഗാനാലാപനത്തിലൂടെ വേദികളെ അത്ഭുതപ്പെടുത്തുന്ന കുഞ്ഞു ഗായകൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ശ്രീജിത്ത്. 5ാം ക്ലാസ് മുതൽ വെസ്റ്റേൺ റോക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ശ്രീജിത്ത്. വിശ്വ മ്യൂസിക്. അപ്പൊ ആര്? വിശ്വനാരടാ. അപ്പൊ ഇവന്റെ ഒറിജിനൽ പേര് ശ്രീജിത്ത് എന്നാണ്. അവനെ തന്നെ വിളിക്കുന്ന പേരാണ് വിശ്വ. ഇന്നെന്താ പറയണം അടിക്കണം. 5ാം ക്ലാസ് മുതൽ വെസ്റ്റേൺ റോക്ക് ഗാനങ്ങൾ ആലപിച്ച് ജനപ്രിയനായി മാറിയ ശ്രീജിത്തിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗാനങ്ങൾ ഈ ഗായകന് കൂടുതൽ. ഇതല്ലേ അവന് ചിരിയിടുന്ന സാധനം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗാനങ്ങൾ ഇവിടെ അവനെ ചിരിയിടാറുള്ള
ഇപ്പൊ അവന് പ്രായമായി 23-24 വയസ്സ് കാണും, മുതുക്ക് കാള. അപ്പൊ പോട്ടെ, ഇതൊന്നുമല്ല നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരാളെ വിളിക്കാം. വലിയൊരു കൈയടിയോട് കൂടി നമ്മുടെ പ്രിയ സുഹൃത്തും എൻ്റെ പല കാര്യങ്ങളിലും വർഷങ്ങളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മളെ കൂടെ സൈലന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ അത് വയലന്റ് ആയിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തും, അത് ഡീറ്റെയിലായിട്ട് പറയാം. വെൽക്കം ചെയ്യാം ബഹുമാനപ്പെട്ട മിസ്റ്റർ വി, അല്ലെങ്കിൽ വിഘ്നേഷ്. വിഘ്നേഷിനെ പറയണമെന്നുണ്ടെങ്കിൽ മൈക്ക് വേണം. എന്നാ എങ്ങനെയാ മാല ഉണ്ട്? അണ്ണന് വെടേ സാധനം, നമുക്ക് മാല എന്ത് പൊക്കളൂ. അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. അതെ, സിംഗിൾ ഫിംഗർ ടെക്നിക്ക്, ഡബിൾ ഫിംഗർ ടെക്നിക്ക്, ഒരു ഫിസ്റ്റ് ടെക്നിക്കൊക്കെ വീട്ടുകാർ കറക്റ്റായിട്ട് കാണിച്ച് കൊച്ചിലോട്ട് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമുക്കത് അറിഞ്ഞുകൂടാ. നമുക്ക് സാനിറ്റൈസർ ജസ്റ്റ് സ്പ്രേ ചെയ്യണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്നുള്ള കാര്യം നമുക്കറിയാവുള്ളൂ. ഇതുപോലെ വീട്ടുകാർ ബാക്കി കാണാം. കറക്റ്റായിട്ട് അമ്മയും അച്ഛനും കൂടെ ഡെമോ എല്ലാം കാണിച്ച് പിള്ളേരെ വളർത്തുന്നത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. അത് അവരുടെ വീട്ടിലെ കാര്യം, അത് കുഴപ്പമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വന്നിട്ട് അച്ഛനെ അമ്മയും കൂടെ ചേർത്ത് കുടുംബത്തെ മൊത്തത്തിൽ പറഞ്ഞാണ്. കുഞ്ഞു പിള്ളേർ, ഞാനൊരു കണ്ടന്റിനെ മാത്രം റോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാരൻ വലിയ അഭിമാനത്തോടെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവൻ ചെയ്ത പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഒരു കണ്ടന്റിനെ വെച്ച് കമന്ററി ഉണ്ടാക്കിയതിനോ റോസ്റ്റ് ചെയ്തതിനോ ഞാൻ ഇവന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് എന്താ, അവന്റെ പാവം അമ്മയെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനോ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവന് അന്തസ്, അവൻ നല്ല നീറ്റ് പയ്യനാണ്. ഇവനെ എനിക്കറിയാം, നമ്മളെ വീടിനടുത്ത് അവന്റെ വീട്. അവൻ പറഞ്ഞ കേട്ടോ, അതാണ് ഒരു നീറ്റായിട്ട് വളർന്നു വന്നവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിവിടെ മനസ്സിലാക്കണം. അതായത് അവന്റെ അമ്മയെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, പാവം അവന്റെ അമ്മയെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, അതാണ് ചോദ്യം. ഒരാളെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയാളെ പറഞ്ഞാൽ മതി, അയാളുടെ അച്ഛനെയോ അമ്മയോ നമ്മൾ ആരും ഇവിടെ വലിച്ചഴിക്കാറില്ല. അപ്പൊ അതിന്റെ ലീഗൽ വശങ്ങളൊന്ന് അദ്ദേഹം ഈ പറയുന്ന, ഞാൻ ലീഗൽ വശം പറഞ്ഞപ്പോ പുള്ളി എന്നെ റിയാക്ട് ചെയ്തിട്ട് ഒരു സാധനം കൂടെ എടുത്തിട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെയല്ല, അവനെതിരെ ആ കേസ് വരേണ്ടത്. BNS സെക്ഷൻ 79 പ്രകാരം അവൻ ഗൂഗിള് തൊലച്ച് വായിച്ചപ്പോഴേ അതിനകത്ത് ഇൻസൾട്ടിങ് ദ മൊഡസ്റ്റി ഓഫ് എ വുമൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പറയുന്നത് ഒരു സ്ത്രീയുടെ മൊഡസ്റ്റി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മോനെ 3 കൊല്ലം അകത്ത. അയ്യോടാ തീർന്നില്ല, അവൻ ഇനിയുണ്ട്. അവൻ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ചെയ്യാത്ത ഒരു കാര്യം ചെയ്തെന്നുള്ള രീതിയിൽ ആരോപിച്ച് പറഞ്ഞു. ഡിഫമേഷൻ, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ. ഡിഫമേഷൻ ആവുമ്പോഴത്തേക്കും അവിടെയും നിന്റെ കുറച്ച് വർഷങ്ങൾ അങ്ങനെ പോകും. അപ്പം കേസും വാർത്ത, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ വിവരം, അറിവ്, പ്രകൃതി, വിരോധം, ഇതൊക്കെ. അപ്പം സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് റിയാക്ഷൻ വീഡിയോസ്, നീ ഇപ്പം റിയാക്ഷൻ വീഡിയോസ്, പച്ച വീട്ടിൽ പ്രശ്നം റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഞാനും പല കാര്യങ്ങളും പണ്ട് പറഞ്ഞിട്ടുണ്ട്. മോശമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് പറയും, സോറി പറയും, മാപ്പ് പറയും. പക്ഷേ നിനക്ക് റിയാക്ട് ചെയ്യാം, നിനക്ക് മറ്റുള്ളവരുടെ മാതാപിതാക്കളെ കുറ്റം പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല. അപ്പം നീ വിചാരിക്കും നിന്റെ തന്തയ്ക്ക് നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ എന്ന്. നിന്റെ തള്ളയ്ക്ക് ഞാൻ വിളിക്കാറില്ല, നിന്റെ തന്തയ്ക്ക് ഞങ്ങളെ നിങ്ങളുടെ നീ വിളിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോയുടെ താങ്ക് യു സോ മച്ച് വിഘ്നേഷ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഷെയർ. ആക്ച്വലി നിങ്ങളുമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭാവിയിൽ ഇവരെ കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ, ഞാൻ ഇനി വരുന്നുണ്ടാവും, ഇനി ഉണ്ടാവും. വിഘ്നേഷിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം. വിഘ്നേഷിനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് തുടങ്ങാം. ഇറങ്ങുകയാണ് സമൂഹത്തിലേക്ക്. മൈക്ക് വന്നിട്ട് പോ, അല്ലെങ്കിൽ നീ മൈക്ക് കൊണ്ട് പോകും. പിന്നെ അപ്പം നമ്മുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതിനുശേഷം ബ്ലാക്ക് ആൻഡ് നമ്മുടെ ക്രൂ ചതി ഒരു തേപ്പ് ഗാനം എന്ന വീഡിയോ സോങ്ങിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവരും പിന്നിലെ ആൾക്കാരും നമ്മളെ സ്വന്തം വീട്ടിലേക്ക് എത്തുകയും നമ്മളോടൊപ്പം അവർ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുന്ന വീഡിയോയാണ് 9 മിനിറ്റ് 51 സെക്കൻഡില്. എൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ ഇവിടെ തീർത്തുകൊണ്ട് വീണ്ടും വരുന്നു ഒരു കയ്യടിയിൽ. ബ്ലാക്ക്. നമസ്കാരം.
അപ്പം നമ്മളെ നേരത്തെ ചെയ്ത റിയാക്ഷൻ വീഡിയോയുടെ ഇടയിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോസും യൂട്യൂബ് വീഡിയോസും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ കൊണ്ട് മറ്റ് പലതും പറ്റും എന്നുള്ളത് എനിക്ക് നിങ്ങളിലേക്ക് കാണിക്കാനായിട്ടുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. കാരണം 2018 ഞാൻ ഈ ഒരു വ്ളോഗിങ് മേഖലയിലേക്ക് കയറി. 2025 അതിനിടയിൽ എൻ്റേതായ കാരണം കൊണ്ടും ചില കാരണങ്ങളൊക്കെ കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ബാക്ക് ടു വീണ്ടും റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും നിങ്ങളുടെ സ്നേഹം ഇഷ്ടമെല്ലാം നമുക്ക് തിരിച്ചു കിട്ടി. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് ഒരു കോള് വരുന്നത്. എൻ്റെ പഴയ ഒരു സുഹൃത്താണ്. പണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ആക്ടിവേറ്റ് ആക്കി എടുക്കാനുള്ള സമയമായി വിക്കി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടാണ്. അദ്ദേഹം വളർന്നു വരുന്ന ഒരു യുവ റാപ്പ് സിംഗറാണ്. അവൻ്റെ ഓൺ കോമ്പോസിഷനിൽ ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹമാണ് ആ പാട്ട് പാടിയത് എന്നുള്ളത് അറിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സൗണ്ടും ആ ഒരു വോയിസ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് ബ്ലാക്ക് എന്നാണ്. അപ്പം സൗണ്ട് ക്ലൗഡ് പോലെയുള്ള മ്യൂസിക്കൽ ആപ്പുകളിൽ നിങ്ങൾ പലരും കേട്ടിട്ടുള്ള പാട്ട് ഇദ്ദേഹം പാടിയതാണെന്ന് പലരും, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവനാണോ? അപ്പോൾ ഇവനാണ് ആ പാട്ട് പാടിയത്, ഇവനാണ് നിങ്ങളെല്ലാവരും എൻ്റർടൈനിങ് ചെയ്യിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേര് ബ്ലാക്ക് എന്നാണ്. നമുക്ക് എല്ലാവർക്കും വലിയൊരു കയ്യടിയോട് കൂടി നമുക്ക് ബ്ലാക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. വാവ്, വീണ്ടും അവൻ എത്തിയിരിക്കുകയാണ്. ബ്ലാക്ക് വിലസിക്ക്. അപ്പം ബ്ലാക്ക് പരിചയപ്പെടുത്തും. പരിചയപ്പെടുത്താറിഞ്ഞാല് ഊതണ്ട മോനെ നീ പറ എത്ര എണ്ണം അടിച്ച്. പെഗിൻ്റെ എണ്ണം പറഞ്ഞപ്പോ കൂമ്പിന് ടീ ഇടിച്ച്. എൻ്റെ പൊന്ന് സാറിൻ്റെ പെണ്ണെന്നെ ചതിച്ച്. കാശുകാരൻ ചിരിച്ചപ്പോ അവക്കങ്ങ് സുഖിച്ച്. എന്നെ തട്ടിക്കളഞ്ഞിട്ട് പുളിങ്കൊമ്പി പിടിച്ച്. ഒറ്റപ്പെട്ട വിഷമത്തി ബാറിപ്പോയി കുടിച്ച്. ഒന്നാം പെഗോ അടിച്ചപ്പോ കരളൊന്ന് ഞെരിച്ച്. രണ്ടാമത്തെ പെഗിനായി മനമങ്ങ് കുതിച്ച്. മൂന്നാമത്തെ പെഗൊഴിച്ച് നമ്പർ ഞാൻ കറക്കിയിട്ട് ബീഫ് കൂട്ടി അടിച്ചിട്ട് തള്ളക്ക് ഞാൻ വിളിച്ചു. ചതിച്ചട എന്നെ എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ ചൂട് തേപ്പൊട്ടി കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. അങ്ങനെ ചതി അവൻ പാടി വന്നേ, ഇല്ലെങ്കിൽ അവൻ പാടി അങ്ങ് പോവും. അവൻ റാപ്പറാണ്. റാപ്പർ എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചതി എന്ന സോങ് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ ബാപ്പാടെ റാപ്പോ, പാപ്പാട റാപ്പ്, സൈപ്പാട്ട്, അങ്ങനെ കുറച്ച് ട്രാക്കുകൾ ഉണ്ട് നമ്മുടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ചതി ഒരു വൈറൽ ഹിറ്റായി. അങ്ങനെ നല്ലൊരു റീച്ച് കിട്ടി. അതായത് ഇദ്ദേഹത്തിന്റെ വോയിസ്, ഇദ്ദേഹത്തിന്റെ സൗണ്ട് ആ ഒരു പാട്ടിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു സൗണ്ടാണ്. എല്ലാവർക്കും ആ ഒരു പാട്ട് അറിയാം. എല്ലാവരും ആ ഒരു പാട്ട് ഉപയോഗിച്ച് റീൽസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് പാടിയത് ആരാണ്, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഇത് പാടിയത് ഇവനാണ്. ഇദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ വരുന്ന ഡയറക്ടർ പറഞ്ഞ 22 എന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല പയ്യനാണ് ഡയറക്ടർ. നീറ്റ് പയ്യൻ. ഇപ്പൊ വരും ഡയറക്ടർ വരുന്നുണ്ട്. ഓൺ ദ വേ. അപ്പം അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു 22-ാം തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് റിലീസ് ചെയ്യാൻ കഴിയും. പാട്ട് ഓൾറെഡി നിങ്ങൾക്കറിയാം. അതിന്റെ വീഡിയോ ഷൂട്ട് ഏകദേശം ഒരു 10 ദിവസം 14 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞാണ്. എറണാകുളത്ത് വെച്ചായിരുന്നു ഷൂട്ടും കാര്യങ്ങളും. ഗംഭീരമായ 3 ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളുമായിരുന്നു. ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ്. എന്നെ അപേക്ഷിച്ചിടത്തോളം കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു ഇങ്ങനൊരു അവസരം കിട്ടി. അപ്പൊ അതിലൂടെ എനിക്കും ഇതൊരു പുതിയ ഒരു സംരംഭമായിട്ട് തന്നെയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത്, വിക്കി എന്നുള്ളൊരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ബ്ലോഗർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആളെ അല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും വിക്കി എന്നൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാകാരനെയാണ് നിങ്ങൾ ഈ പാട്ടിൽ കാണാൻ പോകുന്നത്. വിക്കി മാത്രമല്ല, വിക്കി ഉണ്ട്, ഞാനുണ്ട്, പൊളിശരത്തുണ്ട്, ഹരിതയുണ്ട്, പിന്നെ നമ്മളൊരു നല്ലൊരു ടീമും ഉണ്ട്. നിങ്ങൾക്ക് സെറ്റാക്കിയതാണ്, കടം മേടിച്ച് സെറ്റാക്കിയതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതായത് ഇവന്റെ ഈ ഒരു പാട്ട് വാങ്ങാനായിട്ട് പലരും വന്നു. വൻകിട കമ്പനികൾ എന്റെ ചെറുക്കനെടുത്ത് വന്നു, ഈ പാട്ട് ലക്ഷം രൂപ വരാന്ന്. ഞങ്ങൾക്ക് കലയാ, ഞങ്ങളുടെ കല ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ആ കല ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മുടെ പാട്ടും നമ്മുടെ കലയൊന്നും ആർക്കും പൈസ കൊടുത്ത് മേടിക്കാൻ നമ്മൾ നിന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് പയ്യൻ ലോണൊക്കെ എടുത്ത് കടം മേടിച്ച് വെള്ളന്റെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പാട്ട് കാണണം. ഈ പാട്ട് കണ്ട് നിങ്ങളുടെ സപ്പോർട്ടും അതുവഴി ഞങ്ങൾക്ക് യൂട്യൂബിൽ ഏണിങ്സ് വരട്ടെ, അവന്റെ കടങ്ങൾ തീരട്ടെ. തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹിമാചൽ കാണും കേട്ടോ. ഞാൻ ഒളിവിൽ പോവാറുള്ള അങ്ങോട്ട് തന്നെ. ഞാൻ ഹോട്ടൽ പണിക്ക്. അപ്പൊ നമുക്ക് അവനെ കാത്തിരിക്കുകയാണ്. ഈ ഒരു എന്താ പറയാ, ഞങ്ങളെ രണ്ടുപേരെയും കോർത്തിണക്കി. ഇതിനകത്ത് വേറെ 2 ആൾക്കാർ ഇനി വരാനുണ്ട്. വട്ട് ഐ സീ എന്ന പ്രൊഡക്ഷൻ, അതില് ആരടാ എന്റെ ഫോൺ മൈൻഡ് ഉണ്ട്. വട്ട് ഐ സീ പ്രൊഡക്ഷന്റെ അണ്ടറിൽ രോഹിത് എന്ന് പറയുന്ന
ഒരു പുതു സംരംഭകൻ ഇതിന്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് രോഹിത്തിനെ വിളിക്കാം. അവൻ ക്യാമറയും തൊലിച്ച് അവിടെ നിൽക്കുക. പണ്ട് മോഷണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളപ്പോൾ എനിക്ക് ഇവനായിരുന്നു അതിനെക്കുറിച്ച്. അപ്പം വാട്ട് ഐ സി പ്രൊഡക്ഷന്റെ ഇതൊരു പുതിയ വരാൻ പോകുന്ന വലിയ ഒരുപാട് സിനിമകളൊക്കെ എടുക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയായി മാറട്ടെ വാട്ട് ഐ സി. അദ്ദേഹത്തിന്റെ തുടക്കമാണ് ഈ ഒരു പാട്ടിലൂടെ. അദ്ദേഹവും ഒരു പുതിയ തുടക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്താണ് താങ്കളുടെ പേര് പറയൂ? രോഹിത് എന്നാണ് എന്റെ പേര്. ബാക്കി ഞാൻ ചോദിക്കണമായിരിക്കും അല്ലേ? എവിടാ വീട്? വീട് കൊച്ചി തന്നെ, ആലുവയാണ് സ്ഥലം. സ്ഥലം. ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കാലമായി ഈ പ്രൊഡക്ഷനൊക്കെ ആഗ്രഹം തുടങ്ങിയിട്ട് എത്ര കാലമായി? പ്രൊഡക്ഷൻ നമുക്ക് ഓവറോൾ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലത്തിന്റെ അടുത്തായി, മൊത്തം അക്കൗണ്ടും കാര്യങ്ങളും. ഈ വാട്ടൈസിയുടെ അണ്ടറിൽ അപ്പൊ സിംഗേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, റാപ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവന്റ്സും കാര്യങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വാട്ടൈസിക്ക് സാധിക്കും. പുതിയ ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള റാപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വിളിച്ച റാപ്പേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടാണെങ്കിലും നമ്മുടെ പ്രോഗ്രാം അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിവുള്ളവര് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് വാട്ടൈസി പ്രൊഡക്ഷന്റെ ഒരു ധൈര്യം. അവനും വളരട്ടെ, നമ്മളെല്ലാരും ഇനി അങ്ങോട്ട് മുന്നോട്ട് കാണും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ മിസ്റ്റർ രോഹിത്. ഇനി ആരാണ് ഡയറക്ടർ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തെയും കൂടെ അവൻ അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കും. അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. വലിയൊരു കൈയടി കൊടുക്കട്ടെ. നമ്മുടെ ഈ ഒരു സോങ്ങിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അദ്ദേഹം സ്വയം നിങ്ങളെ പരിചയപ്പെടും. നമസ്കാരം. പേരൊന്ന് പറഞ്ഞിട്ട്? എൻ്റെ പേര് സാഹിൽ സിദ്ദിഖ്. അദ്ദേഹം ഡയറക്ടറാണ്. എന്നാൽ പോലും അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ നിന്ന് സംസാരിക്കാനോ ഒന്നും അത്ര ഇതല്ല. പക്ഷെ നമ്മളെ കൊണ്ട് വരച്ച വരെ നിർത്തി ചെയ്യിക്കാൻ ഭയങ്കര കഴിവുള്ളവനാ. എത്ര ഷോട്ട് വേണമെങ്കിലും പുള്ളി എടുപ്പിക്കും. പുള്ളി ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി നമ്മളെ കൊണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങള് അടിപൊളിയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ സംസാരിക്കത്തില്ല. എന്നാലും ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രൂ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഷോ? നമ്മള് ആദ്യമായിട്ട് നമ്മളൊരു വർക്ക് ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് അതിന്റെ സപ്പോർട്ട് കിട്ടി. നമ്മുടെ ക്രൂവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ DOP, എഡിറ്റർ, നമ്മുടെ ഓവറോൾ ഡാൻസേഴ്സ്, എല്ലാ സൈഡിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള പുഷാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റ് എല്ലാ രീതിയിലും നമ്മളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തു. സോ നമ്മളിത് നമ്മുടെ ഒരു ഫസ്റ്റ് എഫേർട്ട് എന്നുള്ള രീതിയിൽ ബെസ്റ്റായിട്ട് നമ്മൾ നോക്കണുണ്ട്. അപ്പം നിങ്ങളുടെ വക ഒരു സപ്പോർട്ട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാഗം ഇത്രയും തന്നെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അപ്പം ഇതിന്റെയൊക്കെ അവസാനം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ആദ്യത്തെയും ഞങ്ങളുടെ ഒരു തുടക്കവുമാണ്. ഇതിനൊരു അവസാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വർക്കുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതായത് വാട്ടൈസിയുടെ ബാനറിൽ കേരളജനക്കൂട്ടം വിക്കി തഗ്ഗും അതുപോലെ തന്നെ ബ്ലാക്കും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഡയറക്ടർ ഒന്നുകൂടെ പേര് പറയൂ? സാഹിൽ. അദ്ദേഹവും എല്ലാവരും ചേർന്ന് ഇനി ഒരുപാട് വർക്കുകൾ ഉണ്ടാവട്ടെ. അതിന് നിങ്ങൾ കാരണമാകും. നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം പേജുകളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോസും നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടിടും. അപ്പം പറ നിന്റെ ചാനലിന്റെ കാര്യം പറ. എന്റെ ബ്ലാക്കിന്റെ ഒഫീഷ്യൽ ചാനലിലാണ് ഈ പാട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചോ, എന്നാലേ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ വീട്ടിലാണോ, നാട്ടിലാണോ, കാട്ടിലാണോ, എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് അവിടെ നിങ്ങൾ യൂട്യൂബ് എടുക്കുക, സാധനം പ്ലേ ചെയ്യുക, നിങ്ങൾ കാണുക, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ താങ്ക്സ് എന്നൊരു സാധനം ഉണ്ട്. അതും കൂടി തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എനിക്കും കിട്ടും. ഞാൻ ഷർട്ട് ബനിയനോട് കൂടി തരട്ടെ? അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. യൂട്യൂബിന് തന്നെ ടെൻഷൻ ആയി പോണം. പൈസ അത് എനിക്കും ഉണ്ടായിരിക്കും. അത് എനിക്കൂടെ നിങ്ങൾ അത് ചെയ്തോ? താങ്ക്സ് കൂടെ. അതെ. അപ്പം താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പുതിയൊരു വർക്കാണ്, അത് നിങ്ങളിലേക്ക് എത്തട്ടെ. ഈ ഒരു സോങ് ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി കേരള ജനക്കൂട്ടം വിക്കി തഗ് പവേർഡ് ബൈ രമ വേണു. എന്റെ അച്ഛനും അമ്മയാണ് കേട്ടോ, അതുകൊണ്ട് അവരുള്ളതുകൊണ്ടാണല്ലോ ഞാൻ. അപ്പം